Hi friends, എല്ലാവർക്കും ടെക്നോക്യൂരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം 2 ആഴ്ചയായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ടോപ്പിക്കൊന്നും കിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് A20s ഇറങ്ങിയതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ A20sൻ്റെ റിവ്യൂ ആണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നെയ്യാർ മൊബൈൽസിനാണ്. ഞാൻ സാംസങ്ങിൻ്റെ എല്ലാ മൊബൈൽസിൻ്റെ റിവ്യൂവും നെയ്യാർ മൊബൈൽസിനാണ് എടുത്തത്. സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് കഫേയാണ്, നമ്മുടെ ബാലിനോടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ കട വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിരിക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി A20sൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ പുറമേയുള്ള ഓവർവ്യൂ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ 3D ഗ്ലോക്കി ഡിസൈൻ കാണുന്ന പോലെ തന്നെ 3D ഗ്ലോക്കി ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇത് 3 വേരിയൻസ് 3 കളറിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ. എൻ്റെ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ഇതിൽ നമുക്ക് അവർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീക്കർ ഇവിടെ ഉണ്ട്. അടുത്തതായിട്ട് USB-യുടെ പോർട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ മേളിൽ നോച്ച് കാണാൻ പറ്റും, ക്യാമറ നോച്ച്. ഇത്രയാണ് പുറമേ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സിം ട്രേ കാണാൻ പറ്റും, വോളിയം ബട്ടൺ കാണാൻ പറ്റും, പവർ ബട്ടനും കാണാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ലുക്ക്, ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് ഡിസ്പ്ലേ പറ്റി നോക്കാം. ഡിസ്പ്ലേ 6.5 ഇഞ്ചിൻ്റെ ഒരു ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഭയങ്കര കിടിലൻ ഡിസ്പ്ലേ ഒന്നുമല്ല. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു മത്സരിക്കുന്ന ഇത് ഇറക്കിയിരിക്കുന്ന ഒരു വേരിയൻ്റ് അല്ലേ A20s എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല, AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല. ഇത് വെറും ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് ഓരോ പിക്സൽസ് വരെ എടുത്ത് കാണാൻ പറ്റും, അത്രയ്ക്ക് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 വേരിയൻസ് അവൈലബിൾ ആണ്. ഒരു 3GB RAM + 32GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റ്. അതിൻ്റെ പ്രൈസ് ഏകദേശം 12,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB RAM + 64GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നത് 14,000 രൂപയാണ് വരുന്നത്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രൈസ് വേരിയൻ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. ഇത് നമുക്ക് 512GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 4000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് അല്പം നല്ലതാണ്, നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതിൻ്റെ ക്യാമറ പറ്റി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 8 MB ഒരു ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം എന്താ പറയുക, ക്വാളിറ്റിക്കും ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല, സാധാരണ മിനിമം ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 30 MB ഒരു മെയിൻ ക്യാമറയും, അതുപോലെ തന്നെ 8 MB ഒരു അൾട്രാ വൈഡും 5 MB ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഇത് 3 കൂടെ ചേർന്നാണ് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. നല്ലോണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ സെക്യൂരിറ്റി പറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ബാക്കിലൊരു കാണാൻ പറ്റുന്ന പോലെ തന്നെ ബാക്കിലൊരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ ഫേസ് ലോക്ക് അൺലോക്ക് ഉണ്ട്, അതും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ പറ്റി മൊത്തമായിട്ടൊരു ഇത് പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ റെഡ്മിയുമായിട്ടോ ഷവമിയായിട്ടോ ഒരു മത്സരിക്കുന്ന ഒരു മൊബൈലായിട്ടല്ല അവർ ഇറക്കിയിരിക്കുന്നത്. സാധാരണ ഒരു മൊബൈലായിട്ട് അവർ വെറുതെ എന്താ പറയുക അങ്ങനെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഭയങ്കരമായിട്ട് പൊക്കി പറയാനൊന്നും പറ്റില്ല. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയുള്ള. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇതിലെടുത്ത ഫോട്ടോസ് അതിൻ്റെ സാമ്പിൾ ഷോട്ട്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറ ഓപ്ഷൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് വീഡിയോ എന്നൊരു ഓപ്ഷൻ, ഫോട്ടോ എന്നൊരു ഓപ്ഷൻ, അതുപോലെ തന്നെ പനോരമ, ലൈവ് ഫോക്കസ് എന്നീ ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് 120 ഡിഗ്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 ഡിഗ്രി നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിന് കിട്ടുന്നതാണ്. ഇപ്പോൾ കാണുന്ന വീഡിയോ ഞാൻ സാംസങ് ഗാലക്സി A20sൻ്റെ ബാക്ക് ക്യാം വെച്ചെടുത്ത ഒരു വീഡിയോ ആണ്. ഭയങ്കര ക്വാളിറ്റി ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഫോൺ നൽകുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ സാംസങ് ഗാലക്സി A20sൻ്റെ ബാക്ക് ക്യാമിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഫ്രണ്ട് ക്യാമിൽ എടുത്തതാണ്. ഞാൻ മെയിനായിട്ട് ഇത് വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 450 ആണ്. ഇത് വലിയൊരു പോരായ്മയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ റെഡ്മി, ഷവോമി അങ്ങനത്തെ ഒരു ബ്രാൻഡിനോട് ഇതൊരു മത്സരിക്കാൻ യോഗ്യമായിട്ടുള്ളൊരു ഫോണല്ല. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ മൊബൈൽ വാങ്ങിക്കാവുന്നതാണ്. സോ ഒരു മീഡിയം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ പെർഫോമൻസ് ലെവലിന് ഏതായാലും ഒരു മീഡിയം ക്വാളിറ്റി ഇത് കാണിക്കുന്നുള്ളൂ. അതുപോലെ ഇതിലവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 120 ഡിഗ്രിയിൽ നമുക്ക് വൈഡിലുള്ള ഒരു ഫോട്ടോ എടുക്കാമെന്നാണ്. അതുപോലെ തന്നെ വീഡിയോ നമുക്ക് 180p എടുക്കാമെന്നാണ് അവർ പറയുന്നത്. 30 frames per second എടുക്കാമെന്നാണ് അവർ പറയുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റിയുള്ള കമൻറ്റ്സ് ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ വീഡിയോസൊക്കെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആരും മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.